ആ പാട്ട് പാടുമ്പോൾ വിജയലക്ഷ്മി ചിരിച്ചുവെങ്കിൽ പോലും ഒരുപക്ഷെ മനസ്സിൽ ചില സങ്കടങ്ങൾ ഉണ്ടാകാം. ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും. ഒരു സങ്കടം ഞാൻ പറയട്ടെ. നല്ലൊരാൾ വിജയലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഒരു ജീവിത പങ്കാളിയെ ഇതുവരെ കിട്ടിയില്ല. അതൊരു സങ്കടമല്ലേ വിജയലക്ഷ്മി? അതെ, തീർച്ചയായിട്ടും. ഒരാൾ വിജയലക്ഷ്മിയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം വരെ എത്തി. ഒരുപാട് മോഹങ്ങൾ നൽകി, പിന്നീട് പിന്തിരിഞ്ഞു പോയി. ഈശ്വര, ഇയാളിതൊക്കെ എങ്ങനെ അറിഞ്ഞു വച്ചിരിക്കുന്നു? പറഞ്ഞു. പിന്നെയുള്ളതിനാണെന്നറിയോ, എന്നോട് ആരാന്ന് ചിലർ ചോദിക്കൂലേ, ഇപ്പോൾ വന്നേ ആരാന്നറിയാവോ, ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കും. അതൊക്കെ എനിക്ക് ഈ വയ്യാത്ത ആൾക്കാരോട് ചോദിക്കുന്നുള്ള ഫീലിംഗ് ഉണ്ട്. പിന്നെ ചിലരും അമ്മയെ പറഞ്ഞ് മാറി നിന്നിട്ട് എന്നെ പറ്റിക്കാറുണ്ടെന്ന്, ഞാനിവിടെ ഇല്ല, ഞാൻ വന്നു എന്ന് പറയണ്ട എന്നൊക്കെ ഇങ്ങനെ മാറി തമാശയ്ക്ക് പറ്റിക്കുന്നതാണ്. പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യം. അപ്പം ഞാൻ ചോദിക്കും, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരോട് ചെയ്തപ്പോരെ, ഈ എന്നോട് തന്നെ വേണം ഇതൊക്കെ, എനിക്ക് വല്ലതും അറിയാവോ, ഒന്ന് തൊട്ടടുത്ത് നിന്നാൽ പോലും എനിക്കറിയാൻ പാടില്ല, അപ്പം എന്നോട് തന്നെ ഇത് ചെയ്യണോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സങ്കടം വരും. വിജയലക്ഷ്മി ഒരുപാട് സൗഭാഗ്യങ്ങൾ വിജയലക്ഷ്മിക്ക് നൽകി. എനിക്കറിയാം വിജയലക്ഷ്മിയുടെ വിഷമങ്ങളൊക്കെ, അതൊന്നും മനസ്സ് വിഷമിപ്പിക്കേണ്ട. സ്വാഭാവികമായിട്ടും ആരെങ്കിലും വിജയലക്ഷ്മിയുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ നൈർമല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് വരും. താങ്ക് യു സർ. സാറിൻ്റെ നാക്ക് പുന്നായിരിക്കട്ടെ. ഈ മനസ്സിൻ്റെ ശുദ്ധി തിരിച്ചറിയുന്നൊരു ചെറുപ്പക്കാരൻ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്. അതെ, എപ്പോഴെങ്കിലും പുറത്തേക്ക് വരും വെളിച്ചത്തിലേക്ക്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ അല്ലേ? എല്ലാത്തിനും ഒന്ന് പറഞ്ഞു ഡയലോഗ്. എല്ലാത്തിനും ഒരു സമയമുണ്ട് മോനെ ദാസ. വരട്ടെ, അടുത്താൾ വരട്ടെ. ഒരാൾ വൈക്കം വിജയലക്ഷ്മി ഗായികയെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, വിജയലക്ഷ്മി ഇപ്പോൾ ഒരുപാട് 3-4 പടങ്ങളിൽ പാടി വളരെ പ്രസിദ്ധ ഗായികയായി തീർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ അടുത്ത കാലത്തൊരു കൊടുങ്ങല്ലൂർ പരിപാടിക്ക് ഒന്നിച്ച് ഡ്യുവറ്റ് പാടി. ഓലഞ്ഞാലിക്കുരുവി സാറേ, ഓലഞ്ഞാലിക്കുരുവി നമുക്ക് ഒന്നിച്ച് പാടാം എന്ന് പറയാറുണ്ട്. ഒന്നിച്ച് പാടാം, നിങ്ങൾ പാടി. വളരെ പക്ഷേ വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ വളരെ ടാലൻറ്റ്, ഈ സംഗീതത്തിന് വളരെ വിവരമുള്ള ഒരു ഗായികയാണ്. കർണാടക സംഗീതം നല്ലോണം പഠിച്ച് വിചിത്ര വീണ ഒരു ഇത് അത് വായിച്ച് അത് വളരെ ടാലൻറ്റഡാണ്, വെരി ടാലൻറ്റഡ് മ്യൂസിഷ്യൻ. നല്ല പിന്നെ സിംഗിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് സിംഗിങ്, ഓപ്പൺ സിംഗിങ് ആണ്. അപ്പോൾ അതുകൊണ്ടൊരു വ്യക്തിത്വമുള്ളൊരു ഗായികയാണ്, നല്ല ഗായികയാണ്. ഇനിയും കൂടുതൽ നല്ല അവസരങ്ങൾ വിജയലക്ഷ്മി കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുക. നല്ലത് തരട്ടെ വിജയലക്ഷ്മി. ഓക്കെ, ബൈ. എത്ര മഹാന്മാരായിട്ടുള്ള സംഗീതജ്ഞന്മാരാണ് വിജയലക്ഷ്മിക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്താ കഥ? ആരായി എന്റെ മുമ്പിൽ ഇരിക്കുന്നത്? എന്താ കഥ? ആ പാട്ടും കൂടി അങ്ങ് പാടിയിട്ട് നമുക്ക് അത് പൂപ്പരുടെ ഒരു ആഗ്രഹമായിരുന്നു, വിജയലക്ഷ്മി അങ്ങ് പാടണം. ഞാൻ വാണിയമ്മയുടെ ശബ്ദത്തിലെ വ്യത്യസ്ത അങ്ങനെ പാടാം കേട്ടോ. ഓക്കെ, ശരി. ഹലോ ഹലോ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടിക്കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടിക്കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഇത് വാണിയമ്മയുടെ ശബ്ദത്തിലാണ്.